എം.ആർ. അജിത് കുമാർ RSS നേതാവ് കൂടിക്കാഴ്ചയിൽ ADGPയെ ന്യായീകരിച്ച് സ്പീക്കർ A.N. ഷംസീർ. എം.ആർ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ RSS രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നും ചൂണ്ടിക്കാട്ടി. RSS നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല. മന്ത്രിമാരുടെ ഫോൺ ADGP ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹം മാത്രമാണെന്നും സ്പീക്കർ പറഞ്ഞു. സർക്കാർ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് കരുതുന്നില്ലെന്നും A.N. ഷംസീർ പറഞ്ഞു. കുടിവെള്ള പ്രശ്നം രാഷ്ട്രീയ പോരിലേക്ക്. നഗരത്തിൽ 5 ലക്ഷത്തോളം ആളുകൾക്ക് കുടിവെള്ളം മുടങ്ങിയതിന്റെ പേരിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിഷേധ സമരം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ജല അതോറിറ്റിയാണെങ്കിലും ആളുകൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള ബദൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടുവെന്നും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നുമാണ് UDFന്റെ ആവശ്യം. പച്ചക്കറി മൊത്തവ്യാപാരക്കടയിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെ പിരിച്ചുവിട്ടു. മരം മുറിച്ചു കടത്തിയവർക്കും സ്വർണം കടത്തിയവർക്കുമെതിരെ നടപടിയില്ല. സേനയിലെ നിലവിലെ പ്രശ്നങ്ങളെ പരിഹരിച്ച പോലീസ് ഗ്രൂപ്പുകളിൽ കറങ്ങുന്ന സന്ദേശത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ADGP അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നതിനെതിരെയാണ് സന്ദേശം പ്രചരിക്കുന്നത്. മുൻ SP ചാനൽ ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുന്ന വീഡിയോയും പോലീസുകാർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പ്രതിഷേധം ഘടിപ്പിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 5 തവണ ജലപീരങ്കി ഉപയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. നടൻ മുകേഷിന് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇതിനെതിരെ അപ്പീലിന് പോകുന്ന കാര്യത്തിൽ ആകെ കുരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിക്കുന്നില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പരാതിക്കാരി ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് നടപടി. ഹർജി ഹൈക്കോടതി പരിഗണിച്ചാൽ ഇവിടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് നിലപാടെടുക്കുന്നുവെന്നതും പ്രസക്തമാണ്. യുവാവിനെ പീഡിപ്പിച്ചെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. 30 ദിവസത്തേക്ക് താൽക്കാലിക മുൻകൂർ ജാമ്യമാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻ കോടതി അനുവദിച്ചത്. മാങ്കാവ് സ്വദേശിയാണ് രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയത്. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ തുടർ നടപടികൾ ആവശ്യമെങ്കിൽ പരാതിക്കാരന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശിച്ചു. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് MSF നേതാവ് PK മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കിയത്. മങ്കട സ്വദേശിയായ പ്രതിശ്രുത വരന്റെ തിരോധാനത്തിൽ പുതിയ കണ്ടെത്തലുമായി പോലീസ്. വിവാഹത്തിന് ആവശ്യത്തിനുള്ള പണത്തിനായി പാലക്കാട്ടെ സുഹൃത്തിന്റെ അടുത്തേക്ക് പോയ വിഷ്ണുജിത്ത് അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തി. കോയമ്പത്തൂരിലേക്ക് പോകാൻ വിഷ്ണുജിത്ത് KSRTC ബസ്സിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇതേ തുടർന്ന് വിഷ്ണുജിത്തിനായുള്ള അന്വേഷണം പോലീസ് കോയമ്പത്തൂരിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ അമരമ്പലത്ത് പ്രകമ്പനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. സംഭവത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി. എന്നാൽ ഭൂമികുലുക്കമല്ലെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അമരമ്പലം പൂക്കോട്ടും പാടത്ത് 15-ാം വാർഡിലാണ് ചെറിയ രീതിയിൽ പ്രകമ്പനമുണ്ടായത്. ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടാവുകയും ചെറിയ തരിപ്പും അനുഭവപ്പെട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടങ്ങളോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച എംപോക്സ് ലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ള യുവാവിന്റെ സാമ്പിളുകളൊന്നും പോസിറ്റീവ് അല്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ ആദ്യമായി ദ്വിദിന സന്ദർശനത്തിനെത്തിയതായിരുന്നു ഷെയ്ഖ് ഖാലിദ്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഡോക്ടർമാർ നാളെ വൈകിട്ട് 5 മണിക്കകം ജോലിയിൽ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി. മറിച്ചാണെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാരിന് അധികാരം നൽകും. സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്കകം ഡ്യൂട്ടിക്ക് ഹാജരായാൽ അച്ചടക്ക നടപടിയുണ്ടാകില്ലെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബെഞ്ച് ഉറപ്പു നൽകി. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ കിരീടം നിലനിർത്താൻ ഇന്ത്യൻ ടീം ഇന്നിറങ്ങും. രാത്രി 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ സിറിയയാണ് ആതിഥേയരുടെ എതിരാളി. മത്സരം സ്പോർട്സ് 18 ചാനലിലും ജിയോ സിനിമ ആപ്പിലും തത്സമയമുണ്ടാകും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിലെ 2ാം മത്സരത്തിൽ ഇന്ന് കണ്ണൂർ വോഴ്സിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. വൈകിട്ട് 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FCയെ മലപ്പുറം FC 2-0 തോൽപ്പിച്ചിരുന്നു.